നിങ്ങളൊരു 3-4 വർഷം മുമ്പ് സ്ഥലോ, വീടോ വിറ്റിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻകം ടാക്സിന്റെ ഒരു നോട്ടീസ് ഒരു 8ന്റെ പണിയായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാനൊരു റിയൽ ഇൻസിഡന്റ് പറയാട്ടോ. നമ്മുടെ ഓഫീസിൽ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു കേസാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ടൗണിൽ തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഇവർ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുമ്പ് കേട്ടോ. അതായത് 2020-21 സമയത്തൊക്കെ 1,20,00,000 രൂപയ്ക്ക് ഇവർ ഈ പ്രോപ്പർട്ടി കൊടുത്തു. ശരിക്കും എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ കമ്പനിക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സിൽ തന്നെ 1,20,00,000 രൂപ കാണിച്ചുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 50,00,000 രൂപയെക്കാട്ടും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ എന്ത് സംഭവിക്കും? അതായത് 1% ഒരു TDS ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ കേസിൽ ഈ 1,20,00,000 രൂപയുടെ ട്രാൻസാക്ഷനിൽ 1,20,000 രൂപ TDSും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുക ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ട് തിരിച്ചു പിടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറയാം. തിരിച്ച് കിട്ടായികയൊന്നുമില്ല. പക്ഷേ ഇവർ വേറൊരു ആംഗിളിലാണ് ചിന്തിച്ചത്. ഇവർ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടാക്സ് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അതായത് 1,20,000 രൂപയൊക്കെ TDS ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രോബ്ലം ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഇൻകം ടാക്സിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവർ അവിടെ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, വേറൊരു സ്ഥലത്ത് സെറ്റിൽ ആവുന്നു. പക്ഷേ ഇൻകം ടാക്സുകാർ ഇതൊന്നും മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട് ഇങ്ങനെ നോട്ടീസ് അയക്കൽ, അല്ലെന്നുണ്ടെങ്കിൽ SMS അയക്കൽ, ഇമെയിൽ അയക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഫോളോ അപ്പുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നടക്കുന്നത് ഒരു ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ. സെക്ഷൻ 147, 148 അത് വരുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു ഹ്യൂജ് ട്രാൻസാക്ഷൻ ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1,20,00,000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ, ഒരു സെയിൽ നടത്തി കഴിഞ്ഞിട്ട് ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫോളോ അപ്പ് ഉണ്ടാവുക ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഈ 147, 148 ഉള്ള നോട്ടീസുകൾ ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇവർക്ക് നോട്ടീസുകൾ വരുന്നു. പക്ഷേ ഇതിലൊരു രസകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ പോസ്റ്റലായിട്ടൊന്നും അയക്കില്ല. അതായത് ഇമെയിലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പോർട്ടലിൽ ഒരു നോട്ടീസ് റേസ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അയക്കുക. അപ്പോൾ പലരും ഇതൊന്നും ഇമെയിലൊന്നും കാണുമെന്നില്ല. ഇത് ഇവരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരുന്നു, ഒരു സീനിയർ സിറ്റിസൺസൊക്കെ ആയിരുന്നു, ഹസ്ബൻഡും വൈഫും. അപ്പോൾ ഇവരിതൊന്നും അങ്ങനെ ഇമെയിലൊന്നും അങ്ങനെ ചെക്ക് ചെയ്യാറൊന്നുമില്ല. ചിലപ്പോൾ ഇമെയിൽ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ പാനൊക്കെ എടുത്ത സമയത്ത് ചിലപ്പോൾ അക്ഷയ സെൻറ്ററിലേക്കുള്ള ഇമെയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇത് ഏതോ ഒരു ഇമെയിൽ IDയിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ഫോൺ നമ്പറിലേക്ക് ഇങ്ങനെ SMS പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ്. പക്ഷേ ഇവരിതൊന്നും അറിയണില്ല. അപ്പോൾ ഇതിൻ്റെ കോർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 1,20,00,000 രൂപയുടെ സ്ഥലം വിറ്റിട്ടുണ്ട്, പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കോർ പോയിന്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഓരോ നോട്ടീസുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊന്നും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. ഈ നോട്ടീസ് വരാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സാധാരണ കേസിൽ ഇമ്മൂബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 30,00,000 രൂപയെക്കാട്ടും കൂടുതൽ നിങ്ങളൊരു സെയിൽ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേപോലെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും. അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോട്ടീസുകൾ അയക്കുന്നവരതൊന്നും കാണുന്നില്ല. അവസാനം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കൺക്ലൂഷനിലെത്തും, ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് നോക്കി അതിനെ പറയാം. അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം 1,20,00,000 രൂപയ്ക്ക് പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ ഇതുപോലെയുള്ള ഈ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ്റെ ടാക്സ് എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറ്റ പൈസ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ 1,20,00,000 നിങ്ങൾ വിറ്റു. അപ്പോൾ നമ്മളത് വാങ്ങിച്ചേക്കുന്നത് 20,00,000 ഇരിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചേക്കുന്നത് 20,00,000 സിംപ്ലി നമ്മൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കും. അപ്പോൾ 1,00,00,000 രൂപയാണ് ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സെനാരിയോയിൽ അതിൻ്റെ 12% ടാക്സ്, 12,50,000 രൂപ ടാക്സ്. ഇനി കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ 20,00,000 ഇൻഡെക്സ് ചെയ്ത് ഇന്നത്തെ വിലയിലേക്കൊക്കെ കൊണ്ടുവന്നിട്ട് അത് കുറയ്ക്കാനായിട്ട് പറ്റും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെയുള്ള കാൽക്കുലേഷനൊക്കെ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കിതിൽ ലാഭം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ 2 ഫിഗറുകൾ വേണ്ടേ? അതായത് നമ്മൾ വിറ്റ വിലയും വേണം, പിന്നെ വാങ്ങിയ വിലയും വേണം. അപ്പോൾ ഇവരുടെ അടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് തരൂ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരിതൊന്നും കാണുന്നില്ല. അവസാനം ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു പോയിന്റിൽ ഇത് ക്ലോസ് ചെയ്യണമല്ലോ. അത് ഈ പ്രൊസീഡിങ്സ് ഇങ്ങനെ അനന്തമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,20,00,000 രൂപയാണ് ഇതിൻ്റെ കൺസിഡറേഷൻ. കോസ്റ്റ് 0. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയില്ലല്ലോ ഇതിന് എത്ര കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് 0. അപ്പോൾ ഈ 1,20,00,000 രൂപ ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു.
അപ്പോൾ 1,20,00,000 രൂപയും ലാഭമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്താണ് ഇതിൻ്റെ ടാക്സ് വരുന്നത്. പ്ലസ് ഇത് 2020-21 നടന്ന ഒരു കഥയാണ് കേട്ടോ, സംഭവമാണ്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നോട്ടീസൊക്കെ അയക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2021 ഈ 25 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2025 ആണല്ലോ. അപ്പോൾ ഇതിന് ശേഷമുള്ള ഈ 5 വർഷങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടി ചേർത്തിട്ട് ഏകദേശം 50 ലക്ഷം രൂപയുടെ അടുത്തുണ്ടായിരുന്നു ഒരു നോട്ടീസ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത ഒരു കുസൃതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഈ നോട്ടീസ് ഉണ്ടല്ലോ, ഈ അവസാനത്തെ ഈ നോട്ടീസ് മാത്രം ഇവർ കൃത്യമായിട്ട് എങ്ങോട്ട് അയക്കും, പോസ്റ്റലായിട്ട് അയക്കും. ഇത് കുറച്ച് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത് പോർട്ടലിലോടും ഇമെയിലും അയക്കും. അവസാനത്തെ നോട്ടീസ് ക്ലൈമാക്സ് എന്നൊക്കെ പറയുമല്ലോ, ഇത് കറക്റ്റായിട്ട് പോസ്റ്റലായിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് വീട്ടിലേക്ക് അയക്കും. അപ്പോഴാണ് ഈ വീട്ടുകാരറിയണത് എന്താണ് ഇങ്ങനെയുള്ളൊരു പ്രൊസീഡിങ്സ് ഒക്കെ കുറേ നാളായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു, കുറേ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ഫൈനലി ഈ നോട്ടീസ് മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ നോട്ടീസ് കിട്ടുന്നത് എന്താണ്, 50 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസാണ് ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മളുടെ അടുത്തേക്ക് കണക്ട് ചെയ്ത് എത്തിയത്. അപ്പം ഇനി ആകെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് എന്താണ്, അപ്പീൽ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേറെ കുറച്ച് ടാക്സ് പ്ലാനിങ് എലമെൻറ്റുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി വേറെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പീലിൽ നമ്മളുടേതായ കുറച്ച് പോയിന്റുകളൊക്കെ റേസ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടയ്ക്കേണ്ടി വന്നില്ല. പകരം ഈ 1,20,000 രൂപ TDS പിടിച്ചതുണ്ടായിരുന്നല്ലോ, ഒരു കുറച്ച് 54 സെക്ഷൻ 54 അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവർ അന്നേ തന്നെ നടത്തുന്നത്. അതായത് ഇവർ ഈ സ്ഥലം വിറ്റ് കിട്ടിയ പൈസ വെച്ചിട്ട് വേറൊരു വീടൊക്കെ പണിതിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതിനാണ് അവർ പൈസ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് അപ്പീലിൽ അത് അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ലാബിലിറ്റി ഒന്നും വന്നില്ല. അതായത് ഈ 50 ലക്ഷം രൂപ അടയ്ക്കേണ്ടി ഒന്നും വന്നില്ല. പക്ഷേ ഇവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1,20,000 രൂപയുണ്ടല്ലോ അന്ന് പിടിച്ച TDS അത് ഇവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ. ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഇവരുടെ ഭാഗ്യത്തിന് ഇവർ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും അവിടെ ഇവർ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം എന്ത് സംഭവിച്ചു, ഇവർക്ക് ആ 1,20,000 രൂപ തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ സ്ഥലമോ ഒക്കെ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയില്ല, കാരണം പലപ്പോഴും വേറെ ഏതോ ഒരു ഇമെയിലിലേക്ക് വേറെ ഏതോ ഫോൺ നമ്പറിലേക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇൻകം ടാക്സിൽ നിന്നൊക്കെ പലപ്പോഴും ഒരു SMS ഇമെയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു കാഷ്വലായിട്ട് എടുക്കാതെ ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ ഒരു ടാക്സ് കൺസൾട്ടൻ്റെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്യരുത്. ഇവരെ പോലെയുള്ള ലക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക. ചിലപ്പോൾ നിങ്ങൾ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും, ചിലപ്പോൾ ചില ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. കൃത്യമായിട്ട് അത് കംപ്ലൈ ചെയ്ത് പോവുക എന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്ലേസ് ചെയ്യാറുണ്ട്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.